വെർ എംപതി ലിവ്സ് ജഡ്ജ്മെൻറ്റ് ഫീഡ്സ്. ഞാനൊരു ദിവസം കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂൾ വരുന്ന സമയമായതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളുടെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി മുൻപിൽ പോകുന്ന മോളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടുപിടിക്കാനായിട്ട് അവരെ ലക്ഷ്യം വെച്ച് പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ. ആ ഒരു മൊമെൻറ്റിൽ ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ മോള് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞങ്ങളുടെ കാർ ഓൾമോസ്റ്റ് ആ മോളുടെ അടുത്തെത്താറായിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ സ്പീഡ് അത്ര കൂടുതലല്ലാത്തത് കൊണ്ടും ഞാൻ മോളെ ശ്രദ്ധിച്ചത് കൊണ്ടും തന്നെ വേഗം ബ്രേക്ക് പിടിക്കുകയും ചെയ്തു. ആ ബ്രേക്ക് പിടിച്ച് സൗണ്ട് കേട്ടതും മോള് റോഡിൽ സ്റ്റെക്കായി അങ്ങോട്ട് നിൽക്കാനായിട്ട് തുടങ്ങി. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് അവിടെ സ്റ്റെക്കായി നിൽക്കാൻ തുടങ്ങി. ഞങ്ങളിപ്പോൾ കൈ കൊണ്ട് ക്രോസ് ചെയ്യാനായിട്ട് പറഞ്ഞു. മോൾ വേഗം ക്രോസ് ചെയ്യുകയും ചെയ്തു. മോള് വളരെ പരിഭ്രാന്തിയിലായിരുന്നു. 2-ലോ 3-ലോ പഠിക്കുന്നത് അവനെ സാധ്യതയുള്ളൂ. മോളുടെ ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞാൻ വേഗം സൈഡ് ഗ്ലാസ് താഴ്ത്തിയപ്പോൾ മോള് ചെറുതായിട്ടൊന്ന് പേടിച്ചിരുന്നു. ചീത്ത പറയാനാകുമോ എന്നുള്ള പേടിയാവാം. പക്ഷെ ഞാൻ മോളോട് പറഞ്ഞു, കുഴപ്പമില്ല കേട്ടോ, മോള് പേടിക്കണ്ട, പോയിക്കോളൂ, ശ്രദ്ധിക്കണം കേട്ടോ എന്ന്. ആ ഒരു മൊമെന്റിലാണ് ഞാൻ ശ്രദ്ധിച്ചത് മോൾക്ക് കാഴ്ചയിൽ എന്തോ പ്രശ്നമുള്ളതായിട്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കാറ് ദൂരെയാണെന്ന് കരുതി റോഡ് ക്രോസ് ചെയ്തതും ബ്രേക്ക് പിടിച്ച സൗണ്ടിൽ ആൾ കൺഫ്യൂസ്ഡ് ആയിരുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഗ്ലാസ് താഴ്ത്തി മോളെ കണ്ടൊരു നിമിഷം. എൻ്റെ വാക്കുകളിൽ മോൾ അനുസരണയോടെ ചിരിച്ചുകൊണ്ട് നിഷ്കളങ്കമായി തലയാട്ടിയ ആ ഒരു നിമിഷം. ആ സന്ദർഭം എന്നെ ഓർമ്മിപ്പിച്ചത് പുറമേ നിന്ന് നോക്കാതെ അവരായി ഫീൽ ചെയ്യുമ്പോഴാണ്, പേഴ്സ്പെക്റ്റീവ് മാറ്റുമ്പോഴാണ്, അവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എനിക്ക് എന്താണോ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നമ്മളെ കൊണ്ട് പെരുമാറാൻ കഴിയുമ്പോഴാണ്, സംസാരിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ എംപത്തറ്റിക് ആവുന്നത്. വെർ എംപതി ലിവ്സ് ജഡ്ജ്മെന്റ് ഫീഡ്സ്.